ചവിട്ടുനാടകം എന്ന കലാരൂപം അവതരിപ്പിക്കുവാൻ പൊയ്യ സെന്നപ്രേം പള്ളിയിൽ വന്നിരിക്കുകയാണ്. വേഷങ്ങളൊക്കെ നിരത്തിവെച്ചു. അതൊരു കാഴ്ച തന്നെയാണ്. ഓരോ വേഷങ്ങളും ഇങ്ങനെ നിരത്തിവെച്ചത്, ഒപ്പം കിരീടവും ചെങ്കോലും എല്ലാം നിരത്തിവെച്ചത് കാണുന്നത് തന്നെ ഒരു ഐശ്വര്യമുള്ള ഒരു കാഴ്ചയാണ്. ഓരോ റോളുകളും കൈകാര്യം ചെയ്യുന്നവർ അതാത് സമയങ്ങളിൽ അത് എടുത്തിട്ട് അതൊരു നല്ല കാഴ്ച തന്നെയാണ്. മേക്കപ്പിന് മുമ്പ് ആശാൻ കുരിശ് വരയ്ക്കും. നെറ്റിയിൽ കുരിശ് വരച്ച് അനുഗ്രഹിച്ചതിന് ശേഷം ആശാൻ്റെ പാദം തൊട്ട് നമസ്കരിച്ചതിന് ശേഷമാണ് പിന്നീടുള്ള മേക്കപ്പിലേക്ക് നാം ഓരോരുത്തരും പ്രവേശിക്കുന്നത്. കലാകാരന്മാർ പ്രവേശിക്കുന്നത് അങ്ങനെയാണ്. ഒരു ഐശ്വര്യമുള്ള തുടക്കത്തിന് വേണ്ടി ആശാൻ്റെ അനുഗ്രഹം വാങ്ങും. വിശുദ്ധൻ്റെ രൂപവും അവിടെ ഉണ്ടാകും. ഒപ്പം ചവിട്ടുനാടത്തിൻ്റെ ചുവടിയും അവിടെ ഉണ്ടാകും. ചുവടിയും രൂപവുമൊക്കെ വണങ്ങി മേക്കപ്പ് തുടരും. ഈ സമയം അപ്പുറത്ത് വേദിയിൽ ഇതിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടത്തുന്ന കുറേ പേരുണ്ട്. സാധാരണ അവരെ ആരും പരിഗണിക്കാറില്ല, അല്ലെങ്കിൽ കാണാറില്ല. അവരാണ് യഥാർത്ഥത്തിൽ ഹീറോസ്. അവർ ഒരുപാട് വിയർപ്പൊഴുക്കുന്നത് കൊണ്ടാണ്, വേണ്ട സജ്ജീകരണങ്ങളൊക്കെ നടത്തുന്നത് കൊണ്ടാണ് ചവിട്ടുനാടകം അതിൻ്റേതായ പൂർണ്ണതയിൽ വിജയിക്കുന്നത്. ശബ്ദ വെളിച്ച സംവിധാനങ്ങൾ, അതുപോലെ തന്നെ ചില സാങ്കേതിക വിദ്യകളൊക്കെ നേരത്തെ കൂട്ടി ഒരുക്കുവാനായിട്ട് അവരങ്ങനെ അവിടെ ഉണ്ടാകും, വേദിയിൽ ഉണ്ടാകും. വേദിയിൽ ഉണ്ടാകുന്നത് ഞങ്ങളുടെ സമിതിയെ സംബന്ധിച്ചിടത്തോളം നാടകത്തിൽ അഭിനയിക്കുന്നവർ തന്നെയായിരിക്കും. പക്ഷേ മേക്കപ്പിനൊക്കെ ശേഷം വേഷങ്ങളൊക്കെ അണിഞ്ഞ് വളരെ ആകർഷകമായ രീതിയിൽ എല്ലാവരും തയ്യാറായി നാടകത്തിന് വേണ്ടി ശാരീരികവും മാനസികവുമായിട്ട് ഒരുങ്ങും. അതൊരു വലിയ ഒരു നന്മയുള്ളൊരു കൂട്ടായ്മയിലാണ് അതൊക്കെ സംഘടിപ്പിക്കുക. കാരണം ഓരോരുത്തരുടെയും വേഷങ്ങളൊക്കെ ഇടുമ്പോൾ മറ്റുള്ളവർ കലാകാരന്മാർ അതിനു വേണ്ടി സഹകരിക്കും, അവർ സഹായിക്കും. പരസ്പരമുള്ള ഒരു സഹകരണം അവിടെ കാണുവാനായിട്ട് സാധിക്കും. അല്ലാതെ വേഷമിടുക എന്നുള്ളത് ഇന്നയാളുടെ ഡ്യൂട്ടിയാണ് എന്നൊന്നുമില്ല. പരസ്പരം ഓരോ കലാകാരന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ച് അങ്ങനെ പരസ്പര സഹകരണത്തോടെ ഒരു കൂട്ടായ്മയുടെ ഒരു നന്മഭാവം ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരും സ്ത്രീ കഥാപാത്രങ്ങളൊക്കെ ഉണ്ട്. അവരെയൊക്കെ അവരുടെ അമ്മമാരും സഹോദരിമാരുമൊക്കെ മേക്കപ്പൊക്കെ ചെയ്ത് സഹകരിക്കും. അങ്ങനെ ഒരു പരസ്പര സഹകരണത്തിലൂടെ, കൂട്ടായ്മയിലൂടെ എല്ലാവരും മേക്കപ്പൊക്കെ ചെയ്ത് കിരീടമൊക്കെ വെച്ച് ചവിട്ടുനാടകം അവതരിപ്പിക്കുവാനായിട്ട് തയ്യാറായി വേദിയിലേക്ക് കടന്നു ചെല്ലും. അപ്പോൾ സാധാരണ ആ പള്ളിയിലെ ഇടവക വികാരി സ്റ്റേജിലേക്ക് കടന്നു വരികയും പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്യും. കാരണം ഇതൊരു പാരമ്പര്യ കലാരൂപമായതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെയാണ് ഈ കലാരൂപം തുടങ്ങുക. അതുകൊണ്ട് തന്നെ പ്രാർത്ഥനയോടെ ആരംഭിച്ച് ഗുരുവിനെ വണങ്ങി, ആശാനെ വണങ്ങി, ആശാൻ്റെ അനുഗ്രഹം ഏറ്റുവാങ്ങി പ്രാർത്ഥനയോടെ ഈ കലാരൂപം തുടങ്ങും. തുടർന്നുള്ള കാഴ്ചകളൊക്കെ വേദിയിലുള്ള കാഴ്ചകളാണ്. കാലം ഒരുപാട് മാറിയപ്പോൾ പഴയ സീനറിയൊക്കെ ഇപ്പോൾ ചവിട്ടുനാടക വേദിയിൽ നിന്നും മാറി പകരം LED വാളിലാണ് അതിൻ്റെ ദൃശ്യവിസ്മയ കാഴ്ചകളൊക്കെ ഒരുക്കുന്നത്. ഒരുപക്ഷെ ഈ പുതിയ കാലഘട്ടം ചവിട്ടുനാടകത്തെ ഏറ്റെടുക്കുവാനും ഉള്ള ഒരു കാരണം അതുതന്നെയാണ്. കാരണം വിസ്മയ കാഴ്ചകൾ നമുക്ക് പിറകിലുള്ള LED വാളിൽ ഒരുക്കുവാൻ സാധിക്കും. ഇനി വേദിയിലുള്ള ചില കാഴ്ചകളിലേക്കാണ് നമുക്ക് ആസ്വദിക്കാം. ഇവിടെ അവതരിപ്പിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസ് ചരിതമാണ്. അതിലെ ചില കാഴ്ചകൾ നമുക്ക് കാണാം. ഏതായാലും ഇതാണ് ചവിട്ടുനാടകം, ഒരു നന്മയുള്ള കലാരൂപം. കാരണം ചില കീഴ്വഴക്കങ്ങൾ, പാരമ്പര്യമായി കൈമാറിപ്പോരുന്ന ചില ചിട്ടകൾ, ചില അനുഷ്ഠാനങ്ങൾ, പക്ഷെ അതൊക്കെ നല്ലതാണ് കേട്ടോ. കാരണം ഒരു ആശാനെ വണങ്ങി ആശാൻ്റെ അനുഗ്രഹം വാങ്ങിച്ച് പരസ്പര സഹകരണത്തോടെ മേക്കപ്പും അതുപോലെ തന്നെ വേഷങ്ങളൊക്കെ ഇട്ട് ഒരു കൂട്ടായ്മയുടെ നന്മഭാവം നമുക്ക് കാണുവാൻ സാധിക്കും. അതെ, ചവിട്ടുനാടകം എന്ന് പറയുന്നത് ലാഭത്തിന് വേണ്ടി കളിക്കുന്ന അല്ലെങ്കിൽ അവതരിപ്പിക്കപ്പെടുന്ന ഒരു കലാരൂപമല്ല. ഇത് ഒരു പ്രത്യേക ദേശവിഭാഗത്തിന് കിട്ടിയിട്ടുള്ള ഒരു കലാരൂപം. ആ കലാരൂപത്തെ അതിൻ്റേതായ പൂർണ്ണതയിൽ അവതരിപ്പിക്കുവാനായിട്ട് ചില സഹനങ്ങളൊക്കെ ഏറ്റെടുത്തുകൊണ്ട് തന്നെ ലാഭേച്ഛയില്ലാതെ കടന്നു വരുന്ന കുറേ കലാകാരന്മാർ. ചവിട്ടുനാടകത്തിൽ സ്ത്രീകൾ കടന്നു വരുന്നില്ല എന്നുള്ളൊരു പരാതി സാധാരണ കേൾക്കാറുണ്ട്. പക്ഷേ കുറുമ്പത്തുരുത്ത് യുവകേരള ചവിട്ടുനാടക കലാസമിതിയെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു പരാതിയില്ല. കാരണം ഞങ്ങളുടെ ഈ കൂട്ടത്തിലുള്ള കലാകാരന്മാരുടെ ഭാര്യമാർ, പെങ്ങന്മാർ, അതുപോലെ തന്നെ മറ്റുള്ളവരൊക്കെയാണ്, ബന്ധുക്കളൊക്കെയാണ് ഈ ഒരു ചവിട്ടുനാടകത്തിൽ കലാകാരികളായിട്ട് അവർ നൃത്തം ചെയ്തും ചുവടുകൾ വെച്ചും കൂടെയുള്ളത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ ഒരു കലാസമിതിയിൽ
അതിൻ്റെ ഒരു കുറവില്ല. ഏതായാലും ചവിട്ടുനാടകം ഒരുപാട് വർണ്ണവിസ്മയ കാഴ്ചകൾ ഒരുക്കുന്ന ഒരു കലാരൂപമാണ്. ചുവടുകളാൽ ഏറെ സമ്പുഷ്ടമായൊരു കലാരൂപമാണ്. അഭിനയ മികവിനാൽ ഏറെ സുന്ദരമായൊരു കലാരൂപമാണ്. അതുകൊണ്ട് തന്നെ ഈ കലാരൂപം എന്നും ജനഹൃദയങ്ങളിൽ നിലനിൽക്കും. കാലഘട്ടത്തിനനുസരിച്ചുള്ള ചില മാറ്റങ്ങളൊക്കെ വരുത്തി അവതരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഈ കലാരൂപം ജനഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കുന്ന സുന്ദരമായൊരു കലാരൂപമായി മാറും. ചവിട്ടുനാടകം അവസാനിക്കുന്നത് മംഗളത്തോടു കൂടിയിട്ടാണ്. അണിനിരുന്ന കലാകാരന്മാരൊക്കെ ചുവടുവെച്ച് സദസ്സിനും സൃഷ്ടാവിനും നന്ദി അർപ്പിച്ച് ചുവടുവയ്ക്കുന്ന ഒരു സുന്ദരമായ നിമിഷം. മംഗളം, ഇതാണ് മംഗളം.